ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വന്ന കിച്ചൺ. ഇന്ന് നമുക്ക് ഓവനും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഒന്നുമില്ലാതെ നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുത്താലോ. ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒന്നുമില്ലാതെ നമ്മളൊരു ചോക്ലേറ്റ് ഗനാഷ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് അരിപ്പിയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/3 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പും കൂടി 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര പൊടിച്ചതാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 വലിയ മുട്ട, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടോ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ലോ സ്പീഡിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കേക്ക് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു തട്ടുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബേക്കിംഗ് ടിന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുള്ള ബേക്കിംഗ് ടിന്ന് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 45-50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നി ഒരു പാത്രത്തിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ല കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്കിൽ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1/3 കപ്പ് കൊക്കോ പൗഡറും 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മൈദയും 1 കപ്പ് ഫുൾ ക്രീം മിൽക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. കൈ വിടാതെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് മിക്സ് നല്ല കുറുകി തിക്കായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമേ ബട്ടർ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഞാൻ ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ഒന്നും കൂടി ഒരു ബൗളിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ട് തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കേക്കിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഞാനിവിടെ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആദ്യം ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇത് അടിഭാഗമാണ്, ഞാൻ കമഴ്ത്തിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇപ്പോൾ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓവൻ ഇല്ലാത്തവർക്കും അതുപോലെ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ഒന്നും ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ വേഗം തന്നെ ജോയിൻ ചെയ്യാനും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.